Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ NCERT ടോപ്പിക് വൈസ് പോകുമ്പോൾ ചാപ്റ്റർ 6 ആണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ തിയറിയും ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ MCQസിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ 13th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ let delta H and delta U, delta H means change in enthalpy and delta U change in internal energy are in the change in enthalpy and change in internal energy accompanying gaseous reaction. Then നമുക്ക് predict ചെയ്യാൻ പറയുന്ന conditions, delta H is less than delta U only if number of moles of product is less than number of moles of reactant. ഇത് വന്നേക്കുന്നത് ഒന്നുമില്ല, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ഇക്വേഷൻ. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, delta H is equal to delta U plus delta Ng RT, where delta Ng is the number of moles of gaseous products minus number of moles of gaseous reactants ആണ് വരുന്നത്. Going to the second question, material 17th question ആണ്. The heat of combustion, values of rhombic sulfur. Rhombic sulfur means sulfറിന്റെ രണ്ട് allotropes ആണുള്ള, റോംബിക്കും അതേപോലെ മോണോക്ലിനിക്. അപ്പോൾ S rhombic and monoclinic sulfur, S monoclinic are 70960 calorie and 71030 calorie respectively. Then the heat of conversion of rhombic sulfur to monoclinic sulfur is, rhombic sulfur to monoclinic sulfur ന്റെ ഈ പറഞ്ഞ പോലെ ഹീറ്റ് ഓഫ് കൺവേർഷൻ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇത്തരം ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ റിയാക്ഷൻസിന് നമ്മൾ റിയാക്ഷൻ എഴുതി നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ റിയാക്ഷൻ എഴുതി നോക്കുമ്പോഴത്തേക്ക് 17th ക്വസ്റ്റ്യൻ കണ്ടോ, എസ് റോംബിക്, അതിന്റെ കമ്പസ്റ്റൻ ആണ്, ദാറ്റ് മീൻസ് ഇറ്റ് റിയാക്ട്സ് വിത്ത് 1 mole ഓക്സിജൻ. വി വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് SO2, ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 70960 കലോറീസ് തന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1. ഈ സൾഫർ മോണോക്ലിനിക്കും 1 mole ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താലും കിട്ടുന്നത് 1 mole SO2 ആണ്. അതിന്റെ എൻതാൽപ്പിയും തന്നിട്ടുണ്ട് -71030 കലോറീസ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എസ് റോംബിക് ടു എസ് മോണോക്ലിനിക്കിന്റെ എൻതാൽപ്പി എത്ര എന്നാണ് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എസ് റോംബിക് ടു എസ് മോണോക്ലിനിക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്തു. അത് ലോജിക്കാണ്. നിങ്ങൾ മാത്സിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്, അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോലെ. അതേപോലെ മാത്തമെറ്റിക്കലിൽ രണ്ട് ഹെസസ്ല പറഞ്ഞതാണ്. അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഡിസൈഡ് ഇക്വേഷൻ, നമ്മൾ ആഗ്രഹിക്കുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായ എസ് റോംബിക് ടു എസ് മോണോക്ലിനിക്കിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കിട്ടും. അതായത് -70960 മൈനസ് ബ്രാക്കറ്റിൽ -71030. The answer is +70 calories. So the answer is +70 calories. So the option +70 calories. Option elephant ആണ് ആൻസർ, +70 calories. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ 19th ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NH3 അമോണിയ ഈസ് -46 kilojoule per mole. If the enthalpy of formation of hydrogen from its atoms is -436 kilojoule per mole and that of nitrogen is -712 kilojoule per mole, the average bond enthalpy means BE എന്നൊക്കെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പിയുടെ ബിയും എൻതാൽപ്പിയുടെ ഇയും കൂടെ ചേർത്ത് BE എന്ന് പറയും, ഓഫ് NH bond in NH3 is. ഒരു കാര്യം ആലോചിച്ചോളണം, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെന്റൻസ് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ടി കാണും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആദ്യത്തെ റൗണ്ടിൽ കയറി അറ്റംപ്റ്റ് ചെയ്യരുത്. മാക്സിമം ഇതിനെ എന്ത് ചെയ്യുക, ലീവ് ചെയ്തിട്ട് പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ മാത്രം ഒന്ന് സോൾവ് ചെയ്യുക. കാര്യം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും, ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ 1 minute ഒക്കെ ഓവർഷൂട്ട് ചെയ്ത് 2, 3, 4 minutes പോകും. അത് ചിലപ്പോഴൊക്കെ തെറ്റുമാവാം. സോ നല്ല ഓറിയന്റേഷനിൽ സമയമെടുത്ത് വരേണ്ടി വരുന്ന ഇക്വേഷൻസ് ആണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇവൻ ഇത്തരം ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ അപ്പോഴേ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, ലാസ്റ്റ് വന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ, ഇത് സിമ്പിൾ ആണ് സാധനം. ഇവിടെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്ന് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോ ഇവിടെ രണ്ട് റിയാക്ഷൻസ് ആണ് തന്നിട്ടുള്ളതും അതിന്റെ എൻതാൽപ്പീസ്.
സോ 19th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മെറ്റീരിയലിലെ 19th ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് എന്താൽപി കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻസ് ഫോം ചെയ്ത് ഇക്വേഷൻ 1, 2, 3 കണ്ടുപിടിക്കും. അപ്പൊ അമോണിയയുടെ ഫോർമേഷൻ 1 മോൾ അമോണിയയുടെ ഫോർമേഷന്റെ ആണ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞു തന്നേക്കും. അപ്പൊ 1 മോൾ അമോണിയ ഫോം ചെയ്യണമെങ്കിൽ ഹാഫ് മോൾ N2 3/2 mole H2 will produce 1 mole NH3 whose change in enthalpy delta H is equal to -46 kilojoule per mole എന്ന് കിട്ടും. So enthalpy of reaction is equal to bond enthalpy അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോണ്ട് ഡിസോസിയേഷൻ enthalpy of reactant minus product എടുത്തു. വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് -46 kilojoule. ഹാഫ് ഇൻറ്റു റിയാക്ടന്റില് ഇവിടത്തെ തന്നേക്കുന്നുണ്ടോ bond enthalpy of reactant half into N2 ന്റെ ഫോർമേഷൻ N2 ന്റെ bond dissociation 712 ആണ്. 3/2 ഈ പറഞ്ഞ പോലെ H2 ന്റെ വരുമ്പോഴത്തേക്ക് 436 ആണ്. We will get മൈനസ് ഇത് രണ്ടും റിയാക്ടന്റ് സൈഡ് മൈനസ് ഈ പറഞ്ഞ NH3 ലെ ഓരോ ബോണ്ടും എടുത്തു കഴിഞ്ഞാൽ 3 NH3 വരും. സോ 3 into delta H. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാ ഈ അൺനോൺ വാല്യൂ മാത്രമാണ്. സോ finally we will get ഇത് സോൾവ് ചെയ്യും ഇക്വേഷന്റെ അപ്പുറത്തുണ്ടോ we will get 352 kilojoule per mole. ഈ എന്താൽപി ക്വസ്റ്റ്യൻസിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് അറിയാം എന്താൽപി ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ ബോണ്ട് എന്താൽപി ഓഫ് ദ റിയാക്ടന്റ് മൈനസ് ദ ബോണ്ട് എന്താൽപി ഓഫ് ദി പ്രോഡക്റ്റ്. എന്താൽപി ഓഫ് റിയാക്ടന്റ് എടുത്തപ്പോൾ ഹാഫ് മോൾ N2 3/2 H2 ആണ് റിയാക്ടന്റ് സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ NH3. NH3യിൽ എത്ര NH ബോണ്ട് ഉണ്ട്? 3 NH ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. സോ ഇറ്റ് ഈസ് 352 kilojoule per mole. 352 kilojoule per mole. So the answer is 352 kilojoule per mole. Option do. അടുത്ത ക്വസ്റ്റ്യൻ. The enthalpy of atomization of PH3 is 954 kilojoule per mole and that of P2H4 is 1485 kilojoule per mole. What is the bond energy of PP bond? Bond energy of PP bond എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും തന്നിരിക്കുന്ന വാല്യൂസിനെ വെച്ചിട്ട് ആദ്യം രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. സോ 3 PH3യുടെ അകത്ത് 3 PH ആണുള്ളത്. 3 into delta PH will be 954 എന്ന് കിട്ടും. അപ്പൊ therefore ഒരു ഡെൽറ്റ H PH എന്താൽപിയുടെ ബോണ്ട് ബ്രേക്കിംഗ് കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 3 എടുക്കും. we will get 312. ഇനി നമുക്കറിയാം അടുത്തത് ഡെൽറ്റ P2H6ന്റെ അകത്ത് വരുന്നത് P2H4 ആണ് വരുന്നത്. അതിന്റെ അകത്ത് ഡെൽറ്റ PP ബോണ്ട് പ്ലസ് 4 into ഡെൽറ്റ PH വരും. ഇതിൽ ഡെൽറ്റ PHന്റെ വാല്യൂ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡെൽറ്റ PP വിച്ച് വിൽ ബി ഈക്വൽ ടു 1485 മൈനസ് ഈ 4 into ഡെൽറ്റ PH മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. 4 into 318 വിച്ച് വിൽ ബി 213 kilojoule per mole. 2-3 തവണ ക്വസ്റ്റ്യൻ വായിക്കണം. മൈൻഡിൽ നിൽക്കാത്തവർ ദയവേത് ഇതിന്റെ അസൈൻമെന്റ് എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടിലോട്ട് എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് നോട്ടിൽ എഴുതുക, ഓപ്ഷൻസ് നന്നായിട്ട് നോക്കുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്ത മെത്തേഡ് പിടിക്കുക. ഓരോ എന്താൽപി ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിയറിറ്റിക്കലി എല്ലാം സെയിം ആണ്, പക്ഷെ ലോജിക്ക് വ്യത്യാസമാണ്. ആ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ ആൻസറിലേക്ക് പോയത്. സോ ഗോയിങ് ഓൺ, നെക്സ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ 21st ക്വസ്റ്റ്യൻ. മെറ്റീരിയലിലെ 21st ക്വസ്റ്റ്യൻ. For the combustion of methane at 25 degrees Celsius, the difference in delta H and delta U is delta H, delta U. Difference in delta H and delta U എന്ന് വെച്ചാൽ എന്തുവാ? delta H minus delta U. ഇപ്പോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്ത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ ഫോർ ദി കമ്പസ്റ്റ്യൻ ഓഫ് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ മീഥേൻ കമ്പസ്റ്റ്യൻ നടത്തി 2 mole oxygen, 1 mole methane fully 2 mole oxygen ആയിട്ട് റിയാക്ട് ചെയ്ത് the products are carbon dioxide 2 mole വാട്ടറും. ഇവിടുത്തെ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതേണ്ടി വന്നത്. സോ ഡെൽറ്റ എൻ ജി വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. അപ്പൊ ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, അത് ഓർത്തോണം. അപ്പൊ 1 mole മൈനസ് റിയാക്ടന്റ് സൈഡിൽ 1 mole മീഥേനും ഗ്യാസ് ആണ്, 2 mole O2 ഗ്യാസ് ആണ്.
So delta ng will be -2. ഇനി delta h is equal to എന്ത് വരും? delta u plus delta ngrt. ഇപ്പൊ ടെക്സ്റ്റിൽ delta u ന് പകരം delta e ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമുക്ക് വേണ്ടത് ഡിഫറൻസ് ആണ് delta h minus delta e, which will be equal to delta ngrt. So -2 into r into t, which will be 2 into 298 into -2 calories. Okay, ഇത്രയുമായിരിക്കും കിട്ടുന്ന ആൻസർ എന്ന് പറയാം. So the answer of 21st question will be ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡോഗ് ആണ്. മൾട്ടിപ്ലൈ 2 into 298 into -2 calories. For a system with delta n g, നമ്മളെപ്പോഴും നമ്മൾ ഗേഷ്യസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ആ ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഒരു വളരെ ഡയറക്റ്റ് ഇക്വേഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു വെൻ ഡെൽറ്റ എൻ ജി ഈസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് ഡെൽറ്റ എൻ ജി? നമ്പർ ഓഫ് മോഡ്സ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. 7th ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന മെറ്റീരിയൽ 23rd ക്വസ്റ്റ്യൻ ആണ്. 30.4 kilojoule of heat is required to melt 1 mole of sodium chloride. ഇത്രയും കിലോജൂൾ എനർജി കൊടുത്താലേ ഒരു മോൾ സോഡിയം ക്ലോറൈഡിന് എന്ത് ചെയ്യാൻ പറ്റും? മെൽറ്റ് ചെയ്യിപ്പിക്കും. The entropy change in the melting is 28.4 joule per mole per Kelvin. The melting point of sodium chloride is melting point. അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ എൻട്രോപ്പി വെച്ച് ചെയ്യാൻ പോകുന്നതാണ്. മെറ്റീരിയലിലെ 23rd ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So see, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഡെൽറ്റ എൻട്രോപ്പിക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പൊ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ വരുമ്പോൾ അവിടുത്തെ എൻട്രോപ്പിനെ ഡെൽറ്റ എസ് എഫ് എന്ന് കൊടുക്കും, ഫ്യൂഷൻ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ബൈ ടി. അതിൽ എച്ച് ഫ്യൂഷൻ ആയതുകൊണ്ട് ഡെൽറ്റ എച്ച് എഫ് ബൈ അവിടുത്തെ ടെമ്പറേച്ചർ ടി എഫ് എന്ന് പറയും ഫ്യൂഷന്റെ സമയത്ത്. സോ ടി എഫ് വിൽ ബി ഡെൽറ്റ എച്ച് എഫ് ബൈ ഡെൽറ്റ എസ് എഫ്. വാല്യൂ കിലോ ജൂൾ ആയതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 30.4 into 1000 ജൂൾ by 28.4 joule per Kelvin നമുക്ക് കിട്ടുന്നത് 1070 Kelvin. Okay, so the answer is option C. ഇനി 8th ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെറ്റീരിയലിലെ 24th ക്വസ്റ്റ്യൻ ആണ്. S rhombic plus O2 gives SO2 gas. ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് വല്ലതും പിടിയിട്ട് നമ്മൾ കുറച്ചു മുമ്പേ ഡിസ്കസ് ചെയ്ത റോംബിക് മോണോക്ലിനിക് എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനെ അവർ ഇക്വേഷനും വാല്യൂയും കൂടെ ചേർത്ത് തന്നേക്കുന്നു. പിന്നെ കലോറിയിൽ അവർ നേരത്തെ തന്നതല്ല, ഇവിടെ കിലോ കലോറി തന്നേക്കുന്നു. ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു -7.1 കിലോ കലോറി ആൻഡ് എസ് മോണോക്ലിനിക് പ്ലസ് O2 gives SO2. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു -71.7 കിലോ കലോറി. The delta H value in kilocalorie for the conversion of S rhombic to S monoclinic is kilocalorie ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. ഇക്വേഷൻ 1 ആദ്യത്തത്, ഇക്വേഷൻ 2 രണ്ടാമത്തത്. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് വാല്യൂ ഫോർ ദി കൺവേർഷൻ ഓഫ് എസ് റോംബിക് ടു എസ് മോണോക്ലിനിക് ആണ് നമുക്ക് ആവശ്യം. സബ്ട്രാക്ട് ഇക്വേഷൻ 2 ഫ്രം ഇക്വേഷൻ 1. We will get equation 2 il delta h ന്റെ വാല്യൂ എത്ര? 71.7 kilocalorie ആണ്, minus 71.7, so it will be 0.6 kilocalorie. So the answer is 0.6. പോസിറ്റീവ് ആണ്, 0.6 kilocalorie എന്ന് കിട്ടും. ഗോയിങ് ഓൺ, നമ്മൾ അടുത്ത സെലക്ട് ചെയ്തേക്കുന്നത് 9th ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന മെറ്റീരിയലിലെ 26th ക്വസ്റ്റ്യൻ ആണ്. The heats of combustion of methanolum, ethanolum, 1-propanol. 1-propanol എന്ന് പറഞ്ഞാൽ സിംപ്ലി പ്രൊപ്പനോൾ. എല്ലാവരും ഹോമോളോഗസ് സീരീസിന്റെ ഭാഗമാണ്. മെത്തനോളിൽ എത്തനോൾ പോകുമ്പോൾ ആകെ വ്യത്യാസം ഒരു CH2 മോളിക്യൂള്, പ്രൊപ്പനോളിൽ പോകുമ്പോൾ 2 CH2 മോളിക്യൂൾ. എല്ലാത്തിന്റെയും ഹീറ്റ്സ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. ഒന്ന് -715, മറ്റത് -1370, അടുത്തത് -2025 കിലോജൂൾ പെർ മോൾ റെസ്പെക്റ്റീവ്. Then the heat of combustion of 1 pentanol എത്രയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. ഈ ഒരു സീരീസിൽ നമുക്ക് ഇങ്ങനെ ഡിഫറൻസ് ഓരോ CH2 മാറ്റം വന്നപ്പോഴും എത്ര വന്നെന്നുള്ളത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ 1 കിലോ ആപ്പിളിന്റെ വില അറിയാം, അത് വെച്ചിട്ട് ഒരു 1.5 കിലോ 1.25 കിലോ 2 കിലോയുടെ കണ്ടുപിടിക്കുന്ന പോലെയാണ്. ഒരാളുടെ ഹീറ്റ്സ് ഓഫ് കമ്പസ്റ്റൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് CH2 യൂണിറ്റ്സിന്റെ ഡിഫറൻസ് നമ്മൾ കറക്റ്റ് അസ്യൂം ചെയ്ത് എടുത്തിട്ട് അതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ലോജിക്.
സോ മെറ്റീരിയലിലെ 26th ക്വസ്റ്റ്യൻ. സോ ഗോയിങ് ഓൺ 26th ക്വസ്റ്റ്യൻ ആണോ. ഡെൽറ്റ എറ്റ് കമ്പസ്റ്റൻ ഫോർ CH2 ഗ്രൂപ്പ് എത്ര വരും? ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 655 കിലോ ജൂൾ. ഫോർ പെന്റനോള് നമ്മൾ എടുത്ത ഈ പറഞ്ഞ പോലെ ആൾറെഡി വന്ന പ്രൊപ്പനോളിന് 715 ആണ്. അതിന്റെ കൂടെ എത്ര CH2 യൂണിറ്റ്? 4 CH2 യൂണിറ്റും കൂടി കയറും. അപ്പോ കിട്ടുന്ന വാല്യൂ ആണ് വരുന്നത്. സോ 715 പ്ലസ് 4 ഇൻറ്റു ഒരു CH2 യൂണിറ്റിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ വാല്യൂ 655 ആണ്. അപ്പൊ 4 ഇൻറ്റു 655 എന്ന് വരും. 4 ഇൻറ്റു ഇവിടെ 9 എന്ന് കൊടുത്തേക്കാൻ തെറ്റാണ്, 4 ആണ് വരുന്നത്. Four 655 into 4, which will be minus 3335 ആയിരിക്കും ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, 26th ക്വസ്റ്റ്യൻ. ഗോയിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മെറ്റീരിയലിൽ തിരഞ്ഞെടുത്തേക്കുന്ന സാധനം ആൻസർ ഈസ് ഓപ്ഷൻ സി -3335 കിലോ ജൂൾ. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലിലെ 29th ക്വസ്റ്റ്യൻ. 2 moles of an ideal gas are compressed at 300 Kelvin from a pressure of 1 atm to a pressure of 2 atm. The change in free energy in kilojoules. Change in free energy എന്ന് നിങ്ങൾക്ക് അറിയാം. ഇക്വേഷൻ നമ്മളിലുണ്ട്. പ്രഷർ ആണ്. പ്രഷറിന്റെ ടേംസിൽ വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് വിൽ ബി delta G is equal to minus 2.303 nRT log P1 by P2 or ഈ മൈനസ് എന്നെ കളഞ്ഞാൽ 2.303 nRT ലോഗ് P2 by P1 എന്ന് വരും. ഇതൊരു ലോഗ് P2 by P1. വാല്യൂസ് എല്ലാം കൂടെ പുറകെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് പോസിറ്റീവ് വാല്യൂ നമുക്ക് P2 by P1 എടുത്താൽ മതി. ലോഗ് 2 by ലോഗ് 1 എന്ന് ഇട്ട് ബട്ട് വി വിൽ ഗെറ്റ് 3.46 കിലോ ജൂൾ. വി വിൽ ഗെറ്റ് 3.46 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ 11th തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.